പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. കഴിഞ്ഞ ഏതാനും ദിനങ്ങളിലായി ഞാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയമെന്ന ഭക്തി ഗ്രന്ഥം സംസ്കൃതത്തിൽ വ്യാഖ്യാനിക്കുവാൻ ആരംഭിച്ചിരുന്നു. ഒരു കഠിനമായ യജ്ഞം തന്നെയാണ്. മുമ്പ് അക്ഷരശ്ലോക സദസ്സുകളിൽ 500ഓളം ശ്ലോകങ്ങൾ ഞാൻ ഹൃദിസ്ഥമാക്കിയിരുന്നു. അതിനൊരു ഭാഗമായാണ് ഈ ഒരു യജ്ഞത്തിന് ഞാൻ മുതിർന്നത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ധാരാളം പ്രേക്ഷകർ അത് കഠിനമാണ്, മലയാളത്തിലും കൂടെ അതിൻ്റെ വ്യാഖ്യാനം വേണമെന്ന് എന്നോട് നിർദ്ദേശിച്ചിരുന്നു. അവരുടെ ആവശ്യാർത്ഥം ഞാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയമെന്ന ഈ കൃതിയുടെ ഒരു മലയാള വ്യാഖ്യാനത്തിന് കൂടി പരിശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അകമഴിഞ്ഞ എല്ലാ അനുഗ്രഹാശിസ്സുകളും എന്നിലുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ ഭാഗവതത്തിൻ്റെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സംക്ഷിപ്ത രൂപമാക്കിയ ഒരു ഉത്തമ ഭക്തികൃതിയാണ് നാരായണീയം. 14,000 ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ അന്തഃസത്ത ഒന്നും ചോർന്നു പോകാതെ 1036 ശ്ലോകങ്ങളിൽ സംഗ്രഹിച്ചു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്ന പണ്ഡിതരാജൻ. തൻ്റെ ഗുരുവായ അച്യുതപ്പിഷാരടി വാതരോഗത്താൽ ബുദ്ധിമുട്ടിയപ്പോൾ ആ രോഗം ഏറ്റെടുക്കുന്നു മേൽപ്പത്തൂർ. അങ്ങനെ രോഗഗ്രസ്തനായ അദ്ദേഹം ഗുരുവായൂരപ്പനെ ഭജിക്കുവാൻ ആരംഭിക്കുന്നു. പ്രതിദിനം ഒരു ദശകം 10 വീതം ശ്ലോകങ്ങൾ രചിച്ച് 100-ാം ദിവസം അഗ്രേ പശ്യാമി തേജോ എന്നാരംഭിക്കുന്ന ശ്ലോക സമയത്ത് ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് ദർശനം നൽകിയെന്നും അദ്ദേഹം വാതരോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചുവെന്നാണ് ഐതിഹ്യം. ഇന്നും ഗുരുവായൂരമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഇരുന്ന് രചിച്ച ആ സ്ഥാനം കാണാൻ കഴിയും. ഞാൻ ഗുരുവായൂരമ്പലം സന്ദർശിക്കുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നാരായണീയത്തിലെ ശ്ലോകങ്ങളും വിഷ്ണു സഹസ്രനാമവും ജപിക്കാറുണ്ട്. അത് എന്നിലുള്ള ആ ഓറ, ആ ഊർജപ്രവാഹത്തെ പൂർണ്ണമായും വർദ്ധിപ്പിക്കുവാൻ സഹായകരമായി ഭവിക്കാറുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഒരു യജ്ഞമാണ്. ഓരോ ദശകത്തിലെ ശ്ലോകങ്ങളുടെയും പദച്ഛേദവും അന്വയവും അതിനുശേഷം അർത്ഥവും പറയുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതിന് എനിക്ക് വേണ്ടുന്ന ഊർജം സാക്ഷാൽ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിനം മുതൽ ഓരോ ദശകത്തിലെയും ഓരോ ശ്ലോകം വീതം പഠിച്ച് അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിർവഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.